യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ന്യായാധിപന്മാർ ബൈബിളിലെ എത്രാമത്തെ ഗ്രന്ഥമാണ്? ഉത്തരം 7-ാമത്തെ ഗ്രന്ഥം. ഏത് ഗ്രന്ഥമാണ് ന്യായാധിപന്മാർക്ക് ശേഷം വരുന്നത്? ഉത്തരം റൂത്ത്. ന്യായാധിപന്മാർ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഗ്രന്ഥമാണ്? ഉത്തരം ചരിത്രപരം. ന്യായാധിപന്മാരുടെ കാലഘട്ടം എപ്പോൾ മുതൽ എപ്പോൾ വരെയായിരുന്നു? ഉത്തരം ജോഷുവയുടെ മരണത്തിന് ശേഷം സാവൂളിന്റെ മരണം വരെയുള്ള കാലഘട്ടം. ന്യായാധിപന്മാർ ആരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം യുദ്ധവീരന്മാർ. ജോഷുവയുടെ മരണത്തിന് ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ആരാണ് കർത്താവിന്റെ സന്നിധിയിൽ ആരാഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ജനം. അവർ ബസേക്കിൽ വെച്ച് എത്ര പേരെയാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം 10,000 പേരെ. ബസേക്കിൽ വെച്ച് ആരെയാണ് ഇസ്രായേൽക്കാർ പരാജയപ്പെടുത്തിയത്? ഉത്തരം കാനാന്യരെയും പെരീസ്യരെയും. എത്ര രാജാക്കന്മാരുടെ പെരുവിരലാണ് അദോനി ബസേക്ക് ഛേദിച്ചത്? ഉത്തരം 70 രാജാക്കന്മാരുടെ. അദോനി ബസേക്ക് എവിടെ വെച്ചാണ് മരിച്ചത്? ഉത്തരം ജെറുസലേമിൽ വെച്ച്. കിരിയാത്ത് സേഫർ ഏത് ദേശത്തിന്റെ പേരായിരുന്നു? ഉത്തരം ദബീർ. കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്നിയേൽ പിടിച്ചടക്കിയ ദേശം ഏതാണ്? ഉത്തരം കിരിയാത്ത് സേഫർ. നെഗബിൽ ആരാമിന് സമീപമുള്ള മരുഭൂമിയുടെ പേരെന്താണ്? ഉത്തരം യൂദാ മരുഭൂമി. യൂദാ ഗോത്രക്കാരോടുകൂടെ ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് നെഗബിൽ ആരാദിന് സമീപമുള്ള യൂദാ മരുഭൂമിയിലേക്ക് പോയി അവിടുത്തെ ജനങ്ങളോടൊത്ത് ജീവിച്ചതാരാണ്? ഉത്തരം മോശയുടെ അമ്മായിയപ്പനായ കേനിന്റെ പിൻഗാമികൾ. ഹോർമ എന്ന് പേര് ലഭിച്ച പട്ടണം ഏതാണ്? ഉത്തരം സേഫാത്ത്. ഹോർമ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം വിനാശം. ആരാണ് യൂദായോടുകൂടെ ഉണ്ടായിരുന്നത്? ഉത്തരം കർത്താവ്. ജബൂസ്യർ ഏത് നഗരവാസികളായിരുന്നു? ഉത്തരം ജെറുസലേം. ബഥേലിനെതിരെ പുറപ്പെട്ടത് ആരാണ്? ഉത്തരം ജോസഫിന്റെ ഗോത്രം. ബഥേലിന്റെ പഴയ പേരെന്താണ്? ഉത്തരം ലൂസ്. എഫ്രായിം ഗോത്രം പുറത്താക്കാതിരുന്നത് ആരെയാണ്? ഉത്തരം ഗസേർ നിവാസികളായ കാനാന്യരെ. ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടത് ആരാണ്? ഉത്തരം അമ്മോര്യർ. അമ്മോര്യരുടെ അതിർത്തി എവിടെ മുതൽ എവിടം വരെയായിരുന്നു? ഉത്തരം സേല മുതൽ മുകളിലേക്ക് അക്രാബീം കയറ്റം വരെ. സേല മുതൽ മുകളിലേക്ക് അക്രാബീം കയറ്റം വരെയായിരുന്നു അമ്മോര്യരുടെ അതിർത്തി. കർത്താവിന്റെ ദൂതൻ എവിടെ നിന്നും എവിടേക്കാണ് ചെന്നത്? ഉത്തരം ഗിൽഗാലിൽ നിന്നും ബോക്കിമിലേക്ക്. ബോക്കിം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം വിലപിക്കുന്നവർ. ന്യായാധിപന്മാർ 2:8 ജോഷുവയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം കർത്താവിന്റെ ദാസനും നൂനിന്റെ മകനുമായ ജോഷുവ. ന്യായാധിപന്മാർ 2:9 പ്രകാരം ജോഷുവയെ എവിടെയാണ് അടക്കിയത്? ഉത്തരം ഗാഷ് പർവ്വതത്തിനു വടക്ക് എഫ്രായിം മലനാട്ടിൽ തിമ്നാത്ത് ഹെരസിൽ അവന്റെ അവകാശ ഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി. ന്യായാധിപന്മാർ 2:12 പ്രകാരം ഇസ്രായേൽ ജനം ആരെയാണ് ഉപേക്ഷിച്ചത്? ഉത്തരം തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ. ഇസ്രായേൽ ജനം കർത്താവിനെ ഉപേക്ഷിച്ച് ആരെയൊക്കെയാണ് സേവിച്ചത്? ഉത്തരം ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. ചെന്നിടത്തൊക്കെ നാശം വരത്തക്ക വിധം അവർക്കെതിരായിരുന്നത് എന്താണ്? ഉത്തരം കർത്താവിന്റെ കരം. ഇസ്രായേൽ ജനം വളരെ കഷ്ടത അനുഭവിച്ചപ്പോൾ കർത്താവ് ആരെയാണ് നിയമിച്ചത്? ഉത്തരം ന്യായാധിപന്മാരെ. കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് ശേഷിപ്പിച്ച ജനതകൾ ആരെല്ലാമാണ്? ഉത്തരം ഫിലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാർ, കാനാന്യർ, സീദോന്യർ, ബാൽ ഹെർമോൻ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ. ആരാണ് ആദ്യത്തെ ന്യായാധിപൻ? ഉത്തരം ഒത്നിയേൽ. ഒത്നിയേലിന്റെ പിൻഗാമി ആരാണ്? ഉത്തരം ഏഹൂദ്. ആരാണ് അമ്മോന്യരെയും അമലേക്കിരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കിയത്? ഉത്തരം മൊവാബ് രാജാവായ എഗ്ലോൻ. എഗ്ലോനെ വധിച്ചതിന് ശേഷം ഏഹൂദ് രക്ഷപ്പെട്ടത് എവിടേക്കാണ്? ഉത്തരം ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള സെയ്റായിലേക്ക്. 600 ഫിലിസ്ത്യരെ ചാട്ടകൊണ്ട് കൊന്ന ന്യായാധിപൻ ആരാണ്? ഉത്തരം ഏഹൂദിന്റെ പിൻഗാമിയും അനാത്തിന്റെ പുത്രനുമായ ഷംഗാർ. ഹറോഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആരായിരുന്നു?
ഉത്തരം ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബിന്റെ സേനാപതി. ലിപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോറ ആരായിരുന്നു? ഉത്തരം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്ന പ്രവാചിക. ദെബോറയുടെ ഈന്തപ്പന എവിടെയായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബെഥലിനും ഇടയ്ക്ക്. അബ്നോവാമിന്റെ മകനായ ബാറക്കിനെ നഫ്താലിയിലെ കേദശിൽ നിന്ന് ആളയച്ചു വരുത്തിയത് ആരാണ്? ഉത്തരം ദെബോറ. താബോർ മലയിൽ ആരെ അണിനിരത്തുവാനാണ് ദെബോറ ബാറക്കിനോട് പറഞ്ഞത്? ഉത്തരം നഫ്താലിയുടെയും സെബുലൂണിന്റെയും ഗോത്രത്തിൽ നിന്ന് 10,000 പേരെ. കേന്യനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹൊബാബിന്റെ വംശജരായ കേന്യരെ വിട്ടുപോന്ന് എവിടെയാണ് പാളയമടിച്ചത്? ഉത്തരം കേദേശിനടുത്ത് സനാന്യമിലെ ഓക്കുമരത്തിന് സമീപം. അബിനോവാമിന്റെ മകനായ ബാരക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ സിസേറ എന്ത് ചെയ്തു? ഉത്തരം അവൻ തന്റെ 900 ഇരുമ്പുരഥങ്ങളും അതോടൊപ്പം ഹറോഷത്ത് ഹഗോയി മുതൽ കിഷോൻ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി. കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിന്റെ മുൻപിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചപ്പോൾ സിസേറ എന്ത് ചെയ്തു? ഉത്തരം രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു. കേന്യനായ ഹേബറിന്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നത് ആരാണ്? ഉത്തരം ഹസോർ രാജാവായ യാബിൻ. സിസേറ എവിടെയാണ് അഭയം പ്രാപിച്ചത്? ഉത്തരം കേന്യനായ ഹേബറിന്റെ ഭാര്യ ജായേലിന്റെ കൂടാരത്തിൽ. സിസേറയെ വധിച്ചതാരാണ്? ഉത്തരം കേന്യനായ ഹേബറിന്റെ ഭാര്യ ജായേൽ. ദെബോറയുടെ കീർത്തനം എത്രാമത്തെ അധ്യായത്തിലാണുള്ളത്? ഉത്തരം അധ്യായം 5-ൽ. ന്യായാധിപന്മാർ അധ്യായം 5-ലാണ് ദെബോറയുടെ കീർത്തനമുള്ളത്. ന്യായാധിപന്മാർ 5:5-ൽ പറയുന്ന മല ഏതാണ്? ഉത്തരം സീനായ് മല. സഞ്ചാരികളുടെ പോക്ക് നിലച്ചതും യാത്രക്കാർ ഊടുവഴികൾ തേടിയതും ആരുടെ കാലത്താണ്? ഉത്തരം അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായേലിന്റെ കാലത്തും. യുദ്ധം കവാടങ്ങളിൽ എത്തിയത് എപ്പോഴാണ്? ഉത്തരം പുതുദേവന്മാരെ പുണർന്നപ്പോൾ. കർത്താവിന്റെ വിജയം ആരുടെ വിജയമാണ്? ഉത്തരം ഇസ്രായേലിലെ കൃഷിവലന്മാരുടെ വിജയം. പട്ടണവാതിൽക്കലേക്ക് അണിയണിയായി നീങ്ങിയതാരാണ്? ഉത്തരം കർത്താവിന്റെ ജനം. ബാറക്കിനോട് വിശ്വസ്തനായിരുന്നതാരാണ്? ഉത്തരം ഇസാക്കർ. ജോർദാനപ്പുറം തങ്ങിയതാരാണ്? ഉത്തരം ഗിലെയാദ്. കപ്പലുകളോടൊപ്പം വസിച്ചതാരാണ്? ഉത്തരം ദാൻ. കടൽ തീരത്ത് നിശ്ചലനായി ഇരുന്നതും തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചതും ആരാണ്? ഉത്തരം ആഷേർ. കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തിയത് എവിടെയാണ്? ഉത്തരം താനാക്കിൽ മെഗിദ്ദോ ജലാശയത്തിനരികെ.